എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ മഴ കുറവായതുകൊണ്ട് പറമ്പിലേക്കൊന്ന് ഇറങ്ങി, ഫാമിലൊക്കെ ഒന്ന് കറങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴാണ് സീതപ്പഴം റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു 5-8 പൊട്ടിച്ചു. 2 കളറുണ്ട്, മെറൂൺ കളറുള്ളതുമുണ്ട്, പച്ചയുണ്ട്. അത് രണ്ടും ഞാൻ നട്ടുണ്ടാക്കിയതാണ്. രണ്ടും കടയിൽ പോയി ഒരു 4-5 വർഷം മുമ്പ് കഴിക്കാനായിട്ട് മേടിച്ച പഴത്തിൻ്റെ കുരു നട്ട് മുളപ്പിച്ചുണ്ടാക്കിയതാണ്. വേറെ എവിടെ നിന്നും കൊണ്ടുവന്നതല്ല. അതൊക്കെ വളരെ നന്നായിട്ട് പിടിച്ചു. ഞാൻ ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൈകളൊക്കെ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾ കാണുന്നത് മെറൂൺ കളറാണ്. മെറൂൺ കളറിൽ ഒരു 3-4 ചെറിയ മരങ്ങൾ, ഇത് അധികം വലിയ മരമാവില്ല, ഇത് ചെറിയ മരങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു പഴം, സീതപ്പഴത്തിൻ്റെ പഴുക്കാത്ത ഒന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പഴുക്കാറായ മറ്റൊന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് ഞാൻ പൊട്ടിച്ചെടുത്തു. അതൊരു 2 to 3 ഡേയ്സിൽ പഴുക്കും. നല്ല മൂപ്പായിട്ടുണ്ട്. ഇത് പച്ചയാണ്, പച്ച കളറിൽ വരുന്ന സീതപ്പഴം. ഇതൊക്കെ നമ്മൾ പച്ച കളർ ധാരാളം കടകളിൽ കാണാം. സീസണാകുമ്പോൾ ഒരുപാട് സീതപ്പഴം വരും കടകളിൽ. പക്ഷേ മെറൂൺ വരാറുണ്ട്, വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. രണ്ടും 2 ടേസ്റ്റാണ്. മെറൂൺ നല്ല മധുരമാണ്, മധുരം കൂടുതലാണ്. പച്ചയ്ക്ക് മധുരം കുറവാണ്, പക്ഷെ നല്ല മണവും നല്ല ഫ്ലേവറുമാണ്. അങ്ങനെയുള്ള വ്യത്യാസം രണ്ടും തമ്മിലുണ്ട്. ഇവിടെ രണ്ടും ഉണ്ട്. ഒരു 4-5 മരമുണ്ട്, രണ്ടും ഉണ്ട് ഇവിടെ. അതിൽ പച്ചയിൽ ഒരുപാട് പഴം ഉണ്ടായിട്ടുണ്ട്, മെറൂണിൽ ഇത്തിരി കുറവാണ്. എങ്കിലും ഒരു 10-15 പഴം ഉണ്ടാവും. പച്ചയിൽ ഒരു 10-25 പഴമുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് മൂപ്പായതാണ്. മൂപ്പായതിൻ്റെ സിംപ്റ്റാണ് ആ കാണുന്നത്. അതിൻ്റെ അല്ലികൾ ഇത്തിരി അകന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ മഞ്ഞ നിറം പോലെ വരും. അപ്പോൾ അത് മൂപ്പായി എന്ന് മനസ്സിലാക്കാം. അല്ലാതെ ഇത് മൂപ്പായി എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പഴുത്തു തുടങ്ങിയ മഞ്ഞ നിറം വരില്ല. എത്ര പഴുത്താലും ആ പച്ച നിറം, മെറൂൺ പഴത്തിന് മെറൂൺ നിറം ഉണ്ടാവുള്ളൂ. കുറച്ച് ഞാനിന്ന് രാവിലെ പൊട്ടിച്ചതുണ്ട്, അത് അവസാനം നിങ്ങളെ കാണിക്കാം. അത് 2 ദിവസം 3 ദിവസം വെച്ച് കഴിഞ്ഞാൽ പഴുക്കും. കാരണം അത് മൂപ്പായി എന്നുള്ള സിംപ്റ്റം അവിടെ കാണിക്കുന്നുണ്ട്. അല്ലികൾ തമ്മിൽ അകന്ന് നിൽക്കുന്നു, അതിൻ്റെ ഇടയിലൊരു മഞ്ഞ നിറം. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് വളരുന്ന ഒരു പഴച്ചെടിയാണിത്. ഒരെണ്ണം നല്ല പഴുത്തതായിരുന്നു. അത് ഞാൻ ഒരു പ്ലേറ്റിൽ വെച്ച് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് സീതപ്പഴമായിരുന്നു. ഇനി കുറച്ച് അതിൽ പഴുക്കാറായതൊക്കെ ഉണ്ട്. അത് ഡെയിലി മോണിറ്റർ ചെയ്യണം, അല്ലെങ്കിൽ വവ്വാൽ കൊണ്ടുപോകും. വവ്വാലിന് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ്. ഞാൻ അല്പം വൈകിയപ്പോൾ ഒരു പഴം എനിക്ക് നഷ്ടപ്പെട്ടു. സാരമില്ല, അതൊരു ജീവി കഴിച്ചതല്ലേ. ഇപ്പം മാങ്ങയും ചക്കയൊക്കെ കഴിയാറായതുകൊണ്ട്, മാങ്ങ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു, ചക്കയും കഴിയാറായി. അപ്പോൾ അവർക്ക് പക്ഷിമൃഗാദികൾക്കും ഭക്ഷണം കുറവാണിപ്പോൾ. അപ്പോൾ ഇടയ്ക്ക് അവർ കഴിച്ചോട്ടെ, കുഴപ്പമില്ല. നമ്മളതിനുള്ള ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരെണ്ണം മൂത്ത കണ്ടാലും ചിലപ്പോൾ പൊട്ടിക്കാണ്ട് 2 ദിവസം നിർത്തും. അത് കഴിച്ച് പോണേ പോട്ടെ, ഏതെങ്കിലും ഒരു ജീവി കഴിക്കട്ടെ, കിളിയോ അണ്ണാനോ അല്ലെങ്കിൽ വവ്വാലോ. അവർക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെയാണല്ലോ ഭക്ഷണം കിട്ടുക. ഇതൊക്കെ തന്നെയാണല്ലോ അവരുടെയും ഭക്ഷണം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പച്ച 5 എണ്ണം കാണാം. അതിൽ ഒരു മരത്തിൽ ഒരു ബഞ്ചിൽ 3 എണ്ണം, മറ്റേ ബഞ്ചിൽ 2 എണ്ണം, അതിൻ്റെ മേലെ ഒരെണ്ണം, അപ്പോൾ 6 എണ്ണമായി. ഇതൊന്നും മൂത്തിട്ടില്ല. ഇതൊക്കെ മൂക്കണമെങ്കിൽ ഒരു 1 വീക്ക്, 2 വീക്ക്, 3 വീക്സിലെല്ലാം മൂക്കും. ഇത് മെറൂണാണ്. ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് നല്ല മൂപ്പായ ഒരെണ്ണം കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അതാണ്. ഇപ്പം നിങ്ങൾ ഇതല്ല, ഇതിനേക്കാൾ ഇതും പൊട്ടിക്കുന്നുണ്ട്. ഇതിനേക്കാൾ മൂപ്പായതാണ് മറ്റത്, അതും പൊട്ടിക്കുന്നുണ്ട്. 2 എണ്ണം പൊട്ടിക്കുന്നുണ്ട്, കാരണം 2ഉം പഴുക്കാറായി. അത് പൊട്ടിച്ചെടുക്കുകയാണ്. നല്ല പോലെ മൂത്ത് പഴുക്കാറാകുമ്പോഴേ മെറൂൺ കളർ വരുള്ളൂ. അതുവരെ ഒരു ബ്രൗൺ കളറായിരിക്കും. ഇതാണ് മെറൂൺ കളർ. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന് കടും മധുരമാണ്. പച്ച സീതപ്പഴത്തിനേക്കാൾ കൂടുതൽ മധുരം ഇതിനാണ്. ഫ്ലേവറും മറ്റേ സ്മെല്ലും ഒക്കെ മറ്റേനാണ് നല്ലത്, പച്ചക്കാണ് നല്ലത്. പിന്നെ ഫ്ലഷ് കൂടുതൽ പച്ചയിലാണ്, മെറൂണിൽ ഫ്ലഷ് കുറവാണ്. ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ സീഡ്സ് ആണല്ലോ, ഒരുപാട് സീഡ്സ് ഉണ്ട്, വിത്തുകൾ. അപ്പോൾ വിത്തുകൾ നമുക്ക് എടുത്ത് വായിൽ ഇട്ട് ചപ്പി ആ വിത്ത് കളഞ്ഞ് അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ഫ്ലഷ് ഇറക്കുക, എൻജോയ് ചെയ്യുക എന്നുള്ള അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മുറിച്ച് പീസായിട്ടൊന്നും അത് കഴിക്കാൻ പറ്റില്ല, അങ്ങനത്തെ പഴമല്ല അത്.
ആത്തച്ചക്കയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ആത്തച്ചക്ക എന്ന് പറഞ്ഞ് ഏതാണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു പഴമുണ്ട്. അതിലിപ്പോൾ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അത് പഴം ഉണ്ടായി മൂത്ത് വരുമ്പോഴേക്കും സമ്മറാവും, മാർച്ച് ഏപ്രിലാവും. അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം, ഇന്നത്തെ വിളവെടുപ്പ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ഇപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വിളവെടുപ്പിൽ ഞാൻ പൊട്ടിച്ച 8 പഴം, 4 മെറൂണും 4 പച്ചയും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.